ഹോങ്കോങ്ങിൽ റെസിഡൻഷ്യൽ കോംപ്ലക്സിലുണ്ടായ തീപിടുത്തത്തിൽ മരണനിരക്ക് ഉയരുന്നു. ഏകദേശം 300ഓളം പേരെ കാണാതായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. 45 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാത്രിയിലുടനീളവും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനം തുടരുകയായിരുന്നു. എന്നാൽ തീപിടുത്തമുണ്ടായ വാങ്ഫുക് കോട്ട് ഹൗസിംഗ് കോംപ്ലക്സിൽ നിന്നും കഠിനമായ ചൂടും പുകയും മൂലം രക്ഷാപ്രവർത്തകർക്ക് മുകൾ നിലകളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ്. ബുധനാഴ്ച ഉച്ചയോടെയാണ് ഹൗസിംഗ് കോംപ്ലക്സിൽ തീപിടിച്ചത്. 8 ബ്ലോക്കുകളിലായി 2000 അപ്പാർട്ട്മെന്റുകളാണ് വടക്കൻ തായ്പേ ജില്ലയിലുള്ള കോംപ്ലക്സിലുള്ളത്. വ്യാഴാഴ്ച പുലർച്ചെയോടെ 4 ബ്ലോക്കുകളിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. 15 മണിക്കൂറിലേറെ നടത്തിയ പ്രവർത്തനങ്ങളിലാണ് ഇതിൽ 3 ബ്ലോക്കുകളിലെ തീയണച്ചത്. പ്രദേശത്തു നിന്നും ദൃശ്യങ്ങളിൽ 32 നില കെട്ടിടത്തിന് മുകളിലേക്ക് തീ പടരുന്നതും പുക ഉയരുന്നതും വ്യക്തമാണ്. കോംപ്ലക്സിന്റെ അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിച്ച സുരക്ഷിതമല്ലാത്ത വസ്തുക്കളാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. മുള, പച്ച നിറത്തിലുള്ള നെറ്റ് എന്നിവ ഉപയോഗിച്ചുള്ള സ്കോർ ഫോൾഡിംഗ് പാരമ്പര്യമുള്ള ചൈനീസ് വാസ്തുവിദ്യയുടെ ഭാഗമാണെങ്കിലും ഇക്കഴിഞ്ഞ മാർച്ചിൽ സുരക്ഷാ കാരണങ്ങളാൽ ഇവ ഒഴിവാക്കിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തതായി ഹോങ്കോങ് പോലീസ് സൂപ്രണ്ട് എയ്ലിൻ ചുങ് അറിയിച്ചു.